തിളച്ചുമറിയുന്ന ജലത്തിനൊപ്പം ഭൂമി താഴേക്ക് ഇടിഞ്ഞു താഴുന്ന ഭയാനകമായ കാഴ്ച. ഇത് തുർക്കിയിലാണ്. അവിടുത്തെ പ്രധാന കൃഷിയിടങ്ങളെല്ലാം ഇന്ന് കൂറ്റൻ മരണക്കുഴികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉൽക്കാപതനമോ ബോംബാക്രമണമോ അല്ല, അതിലും വലിയൊരു ദുരന്തമാണ് തുർക്കി ഇപ്പോൾ നേരിടുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ ഞെട്ടിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. തുർക്കിയുടെ ധാന്യപുര എന്ന് വിളിക്കപ്പെടുന്ന കോന്യ പ്രവിശ്യ, രാജ്യത്തിന്റെ വിശപ്പടക്കുന്ന സമൃദ്ധമായ കൃഷിയിടങ്ങൾ. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്ന് ഈ പ്രദേശം മരണത്തിന്റെ വക്കിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടുത്തെ കർഷകർ പാടത്തിറങ്ങുന്നത് ഭീതിയോടെയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ പാടം ഒരു വലിയ ഗർത്തമായി മാറുന്ന വാർത്തകൾ ദിവസവും അവർ കണ്ടും കേട്ടും കൊണ്ടേയിരിക്കുകയാണ്. കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഈ പ്രദേശത്തെ കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കോന്യ പ്രവിശ്യയിൽ ഇതിനകം 684 സിങ്ക് ഹോളുകൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലുതിന് 228 മീറ്റർ വ്യാസവും 171 മീറ്റർ ആഴവുമുണ്ട്. അതായത് ഒരു ചെറിയ നഗരം തന്നെ ഇതിനുള്ളിൽ ഒതുങ്ങും. ഇതുപോലെ ഇനിയും എത്ര എണ്ണം രൂപപ്പെടാൻ പോകുന്നു എന്നത് ആർക്കും ഒരു നിശ്ചയവുമില്ല. കരാപ്പിനറിലെ ഒരു കർഷകൻ അന്താരാഷ്ട്ര മാധ്യമത്തോട് പറയുന്നത് ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ചു നിന്നേക്കാം. കാരണം ഭൂമി ഇടിഞ്ഞു താഴുന്നത് കാണുമ്പോൾ തിളച്ചു മറിയുന്ന ജലമാണ് താഴെ കാണാനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസവും പാടത്തിറങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുമാത്രമല്ല, ഈ കുഴികൾ സ്വന്തം നിലയ്ക്ക് മണ്ണും കല്ലും ഇട്ട് മൂടാൻ കർഷകർ ശ്രമിക്കാറുണ്ടത്രേ. എന്നാൽ ഇതൊരു വലിയ മണ്ടത്തരമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം സിങ്ക് ഹോളിന് താഴെ വലിയ ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ടാകാം. മണ്ണുമാന്തി യന്ത്രങ്ങളുമായി ഇതിനു മുകളിലൂടെ സഞ്ചരിക്കുന്നത് ജീവൻ തന്നെ അപകടത്തിലാക്കുമത്രേ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന ഒരു ആന്ത്രോപോജനിക് പ്രോബ്ലമാണ്. കോന്യ ഒരു അടഞ്ഞ ജലസംഭരണി പോലെ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇവിടുത്തെ മണ്ണിലെ കാർസ് പാറകൾക്ക് സ്ഥിരത നൽകുന്നത് ഭൂഗർഭ ജലമാണ്. സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഈ പാറകൾക്കുള്ളിൽ ജലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഭൂമിക്ക് മുകളിൽ സ്ഥിരത ഉണ്ടാകുന്നത്. എന്നാൽ കർഷകർ കൃഷിക്കായി അമിതമായി ഭൂഗർഭജലം ഊറ്റിയെടുക്കാൻ തുടങ്ങിയതോടെ ഈ ജലസന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത അതെന്താണെന്ന് വെച്ചാൽ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് തുർക്കിയുടെ 2011 പഠനപ്രകാരം അന്ന് മേഖലയിൽ ഉണ്ടായിരുന്ന 1,00,000 കിണറുകളിൽ 66,000 എണ്ണവും നിയമവിരുദ്ധമായിരുന്നു. ലഭ്യമായ ജലത്തേക്കാൾ 50% അധികം വെള്ളമാണ് ഇവിടെ വർഷങ്ങളായി ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് അവർക്ക് തെറ്റിയത്. ഭൂമിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം തിരികെ നൽകാതെ ഊറ്റിയെടുത്താൽ പ്രകൃതി തിരിച്ചടിക്കുമെന്ന ചരിത്രം പലതവണ പഠിപ്പിച്ചിട്ടും നമ്മൾ അത് മറക്കുന്നു. ഇവിടെയാണ് ആ കർഷകർക്ക് തെറ്റിയത്. ഇതുമാത്രമല്ല, ഈ പ്രശ്നം ഇത്ര വലുതാകാൻ മറ്റൊരു കാരണവുമുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ്. ജലദാഹമുള്ള വാട്ടർ തേഴ്സ്റ്റി ആയിട്ടുള്ള വിളകളായ ചോളം, ബീറ്റ്റൂട്ട് തുടങ്ങിയ വിളകൾക്കായിരുന്നു സർക്കാർ സബ്സിഡികൾ നൽകിയിരുന്നത്. കോന്യയുടെ വരണ്ട കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഇത്തരം വിളകൾ കൃഷി ചെയ്യാൻ സർക്കാർ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കിയത്. ലാഭം മാത്രം ലക്ഷ്യമിട്ട ഈ വിളകൾ വൻതോതിൽ കൃഷി ചെയ്തപ്പോൾ ഭൂഗർഭജലം വേഗത്തിൽ വറ്റി. ഇതിനെയാണ് പരിസ്ഥിതി വിദഗ്ധർ ട്രാജഡി ഓഫ് ദ കോമൺസ് എന്ന് വിശേഷിപ്പിച്ചത്. എല്ലാവരും കൂടി ഒരു ജലം സ്വന്തം ലാഭത്തിനായി തീർക്കുമ്പോൾ ഒടുവിൽ എല്ലാവർക്കും അത് നഷ്ടപ്പെടുന്നു. കോന്യയുടെ മണ്ണും വെള്ളവും വറ്റിച്ചുകൊണ്ട് കർഷകർ ഉണ്ടാക്കിയ ആ സാമ്പത്തിക ലാഭത്തിന് എന്തർത്ഥമുണ്ട് ഇപ്പോൾ? നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ 2030ഓടെ തുർക്കി കടുത്ത ജല ദൗർലഭ്യം നേരിടുന്ന രാജ്യമായി മാറുമെന്നതാണ്. എന്നാൽ ഇതിന് പരിഹാരമുണ്ട്. അത് കർഷകർക്കും സർക്കാരിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വിളകളിൽ മാറ്റം വരുത്തുക എന്നതാണ്. അതേസമയം കോന്യയിലെ ഈ അവസ്ഥ ലോകത്തെ മറ്റ് പല കൃഷിയിടങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും പ്രശ്നത്തെ വേഗത്തിലാക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ അടിവേര് മനുഷ്യന്റെ തെറ്റായ ജല ഉപയോഗമാണ്. പ്രകൃതിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ ഒടുവിൽ നമ്മൾ തന്നെ ഇല്ലാതാകും. ഭൂമി പിളർന്നു താഴുന്നത് കാണുമ്പോൾ അത് പ്രകൃതിയുടെ ദേഷ്യമല്ല, മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയും. തുർക്കിയുടെ ഈ ദുരന്തം നമ്മൾ മലയാളികൾക്കും ഒരു വലിയ മുന്നറിയിപ്പാണ്. ഭൂഗർഭജലം അമിതമായി ഊറ്റുന്ന നമ്മുടെ നാട്ടിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കുക. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്?